അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യക്തിജീവിതങ്ങളിൽ എങ്ങനെ വ്യത്യസ്തരായിരിക്കാം, അതിനു മുൻപ് പല ക്ലാസ്സുകളിലായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ദൈവത്തിനു വേണ്ടി എങ്ങനെ വ്യത്യസ്തരായി നിൽക്കാം, അതിനെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ എടുക്കാൻ പോകുന്ന വിഷയവും വ്യക്തി ജീവിതങ്ങളിലെ വ്യത്യസ്തത എന്നുള്ളതാണ്. എൻ്റെ പേര് ഒരുപക്ഷെ പലരും ആദ്യമായിട്ടായിരിക്കും എന്നെ കാണുന്നത്. എൻ്റെ പേര് ബെൻ തോമസ് ജോൺ എന്നാണ്. എൻ്റെ വീട് കോട്ടയം. ഞാൻ MCom പഠനശേഷം 2 വർഷം എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കർത്താവ് കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ്യിൽ BBIയിൽ MDHന് ജോയിൻ ചെയ്ത് ഇപ്പോൾ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെയും തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സത്യത്തിൽ ഈ ടൈം ടേബിളിൽ ഈ C ഗ്രൂപ്പിനുള്ള ക്ലാസിൻ്റെ സ്ലോട്ട് എൻ്റേത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഭയപ്പെട്ടു. കാരണം ബാക്കി 2 ക്ലാസ്സുകളിലും ഏകദേശം ആദ്യ മണിക്കൂറുകളിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തത്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു ആമുഖം ആണ് ഞാൻ അവിടെ കൊടുത്തത്. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ മുഴുവനായിട്ട് വ്യത്യസ്തതയെക്കുറിച്ചുള്ള വിഷയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് എത്രാമത്തെ ക്ലാസ് ആണെന്നറിയാമോ? 12ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ അവസാനത്തെ ക്ലാസ് ആണ്. നാളെ നമുക്കുള്ളത് 2 കോമൺ ക്ലാസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാന സമയത്തേക്കും നാം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ടോ അല്ലെങ്കിൽ മാത്രമല്ല ഈ പേഴ്സണൽ ലൈഫിലെ വ്യത്യസ്തതയെക്കുറിച്ചുള്ള 2 ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകൾ ധർമ്മരാജ് സാറിൽ നമ്മൾ കേട്ടു. അതിനപ്പുറം ഇനിയും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. എങ്കിലും ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചത് നാം ഈ കേട്ട വിഷയങ്ങൾക്കൊരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ നാം കേട്ട കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ, പ്രത്യേകിച്ച് വ്യക്തി ജീവിതങ്ങളിലെ വ്യത്യസ്തതയെക്കുറിച്ചുള്ളൊരു കൺവിക്ഷൻ അതിലേക്ക് എത്തി അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങി പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ചില സ്ലൈഡുകൾ കാണിക്കാം. കാരണം എല്ലാ സ്ലൈഡുകളും അതിനകത്ത് കാണിക്കാനായിട്ട് ആവശ്യമില്ല. അത്യാവശ്യമുള്ള ചില സ്ലൈഡുകൾ കാണിച്ച് മുന്നോട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ നാം വ്യക്തി ജീവിതങ്ങളിൽ വ്യത്യസ്തരായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല മേഖലകളിലെ വ്യത്യസ്തതയെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ കുടുംബജീവിതത്തിൽ വ്യത്യസ്തരാകാം, എങ്ങനെ സഭാജീവിതത്തിൽ വ്യത്യസ്തരാകാം, ശുശ്രൂഷയിൽ എങ്ങനെ വ്യത്യസ്തരാകാം, സാമൂഹിക ജീവിതത്തിൽ എങ്ങനെ വ്യത്യസ്തരാകാം. അതിൻ്റെ എല്ലാം അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഡിഫറൻസ് ഇൻ പേഴ്സണൽ ലൈഫ്. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വ്യത്യസ്തതയാണ്. ഈ ഡിഫറൻസിലാണ് നമ്മൾ ബാക്കി എല്ലാ വ്യത്യസ്തതകളും പണിതെടുക്കേണ്ടത്. വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ വ്യത്യസ്തരല്ല എങ്കിൽ മറ്റു മേഖലകളിൽ നമുക്ക് വ്യത്യസ്തത പുലർത്തുവാൻ കഴിയുകയില്ല. മാത്രമല്ല, ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള മേഖലയും ഈ വ്യക്തി ജീവിതത്തിൽ വ്യത്യസ്തരാവുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം പിശാച് ഇന്ന് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് വ്യക്തി ജീവിതങ്ങളെ തകർക്കാനായിട്ടാണ്. അതിൻ്റെ കാരണം പിശാചിനറിയാം, വ്യക്തി ജീവിതങ്ങളെ തകർത്താൽ അതിലൂടെ കുടുംബജീവിതങ്ങളെയും സഭാജീവിതത്തെയും ഒക്കെ നശിപ്പിക്കാനായിട്ട് കഴിയും. കാരണം ഹ്യൂമൻ ബീയിങ്, ഇൻഡിവിജ്വൽ, ഇറ്റ്സ് ദ ബേസ്. ആ വ്യക്തി ജീവിതങ്ങളെ തകർത്താൽ ബാക്കി എല്ലാ മേഖലകളെയും തകർക്കാം. അതുകൊണ്ട് വ്യക്തി ജീവിതത്തിലെ വ്യത്യസ്തത അത് നാം വളരെ മുറുകെ പിടിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. നാം പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, പിശാച് ആരെ വിഴുങ്ങേണ്ടു, ഏത് വ്യക്തിയെയാണ് പാപത്തിലേക്ക് പ്രലോഭിപ്പിച്ചു കൊണ്ടുവരേണ്ടത്, ആരെയാണ് വീഴ്ത്തേണ്ടത്.
സോ സൈറ്റൻ ഈസ് ഓൾസോ ഫോക്കസിങ് ഇൻഡിവിജ്വൽസ്. കാരണം പിശാചിനറിയാം വ്യക്തിയെ തകർത്താൽ അതിലൂടെ കുടുംബത്തെ തകർക്കാം, സഭാബന്ധങ്ങളെ തകർക്കാം, അവിടെ ഭിന്നതകൾ ഉണ്ടാക്കാം. അതുകൊണ്ട് വ്യക്തി ജീവിതങ്ങളിലെ മൂല്യങ്ങളെ തകർക്കുവാൻ പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലെ വ്യത്യസ്തത, വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇത് മാത്രമല്ല, അത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യവുമാണ്. നാം ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴും ലോകത്തിൽ ഇത്രമാത്രം പാപം അല്ലെങ്കിൽ പാപം പ്രവേശിക്കാൻ തന്നെ കാരണം പിശാച് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചതാണ്. ലോകം മുഴുവൻ പാപം കൊണ്ട് നിറയാൻ കാരണം പിശാച് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചതാണ്. ആ വ്യക്തി നമുക്കറിയാം, ആദിമ പിതാവായ ആദാമാണ്. അതിനെക്കുറിച്ചും ബൈബിളിൽ തന്നെ പുതിയ നിയമത്തിൽ വ്യക്തമായി വാക്യം തന്ന് ആ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. 18-ാമത്തെ വാക്യം, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. 19-ാമത്തെ വാക്യം, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പൊ അവിടെ ഏക മനുഷ്യനാൽ, ഒരു മനുഷ്യനെ പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ, വഞ്ചിച്ചപ്പോൾ, പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചപ്പോൾ, ആ മനുഷ്യൻ ആ പാപത്തിൽ വീണപ്പോൾ മാനവവർഗം മുഴുവൻ പാപികളായി മാറി. അപ്പോൾ പിശാച് എപ്പോഴും വ്യക്തി ജീവിതങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വ്യക്തി ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തി ജീവിതങ്ങളിലെ വിശുദ്ധി, വ്യക്തി ജീവിതങ്ങളിലെ വ്യത്യസ്തത നാം എപ്പോഴും വളരെ കാത്തു സൂക്ഷിക്കണം. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്റെ പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനോട് എങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തനായിരിക്കാം, തീത്തോസ് എന്ന ആ ചെറുപ്പക്കാരന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ എങ്ങനെ വ്യത്യസ്തനായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പ്രബോധിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത് നാം തൊട്ട് മുമ്പ് കേട്ട ക്ലാസിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടും കൺക്ലൂഷൻ ആയിട്ടും വന്ന് നിൽക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് മുഖാന്തരമാകട്ടെ. നമുക്കെല്ലാവരുടെയും ശ്രദ്ധയെ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിലേക്ക് ക്ഷണിക്കാം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് തീത്തോസിനോട് പറയുകയാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അവിടെ പൗലോസ് തീത്തോസിനോട് പറയുന്നു, സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ബി ആൻ എക്സാമ്പിൾ ഓഫ് ഗുഡ് ഡേഡ്സ്. അഥവാ വ്യത്യസ്തനായിരിക്കുക, മാതൃകയാക്കി കാണിക്കുക. ബി ആൻ എക്സാമ്പിൾ ടു എവ്രി വൺ. വളരെ വ്യക്തമായിട്ട് തീത്തോസിനോട് പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുകയാണ്. ഇന്ന് ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയം ജീവിതത്തിൽ വ്യത്യസ്തരായിരിക്കുവാൻ ധൈര്യപ്പെടുക എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 11 ക്ലാസ്സുകൾ നാം കേട്ടു. ആ ചിന്തകളെല്ലാം, നാം വ്യത്യസ്തരായിരിക്കേണ്ട ആ മേഖലകളെയെല്ലാം ഒരു നിമിഷം വീണ്ടും നമ്മളുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം മാതൃകയുള്ളവരായി ജീവിക്കണം, നാം വ്യത്യസ്തരായി ജീവിക്കണം. We should be an example to those who are around us. നമ്മുടെ ചുറ്റുപാടും ഉള്ളവർക്ക്, നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക്, നാം ഇടപെടുന്ന ആളുകൾക്ക്, നമ്മുടെ ജീവിതം ഒരു പ്രചോദനമോ ഇൻഫ്ലുവൻസോ ആയി മാറുന്ന എല്ലാവർക്കും നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ
എന്തുകൊണ്ട് നാം വ്യത്യസ്തരായിരിക്കണം? അതിന്റെ 3 കാരണങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നാം വ്യത്യസ്തരായിരിക്കണം? 3 കാര്യങ്ങൾ. ആ 3 കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, തീത്തോസിന്റെ ലേഖനം തന്നെ 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചു കേൾപ്പിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. നാം വായിച്ച ഈ വേദഭാഗത്ത് നിന്ന് വൈ ഷുഡ് വി ബി ഡിഫറെന്റ് ഇൻ പേഴ്സണൽ ലൈഫ്, അതിനെക്കുറിച്ച് 3 കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, നാം വ്യക്തി ജീവിതങ്ങളിൽ വ്യത്യസ്തരായിരിക്കുവാൻ ആവശ്യമുണ്ട്. കാരണം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നു. ദൈവം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വലിയ മാറ്റം വരുത്തി. അതുകൊണ്ട് നാം മാറ്റമുള്ളവരായി, ആ മാറ്റത്തിനനുസരണമായി വ്യത്യസ്തരായി ജീവിക്കണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. 14-ാമത്തെ വാക്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയ വലിയ മാറ്റത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്. 14-ാമത്തെ വാക്യം: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കുന്നു. ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, അല്ലെങ്കിൽ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ദൈവം നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, അല്ലെങ്കിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി. അതുകൊണ്ട് ആ മാറ്റത്തിനനുസരണമായി വ്യത്യസ്തരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. അങ്ങനെ ദൈവം മാറ്റം വരുത്തി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിനു മുമ്പ് നമുക്ക് എന്തില്ലായിരുന്നു? മാറ്റം ഇല്ലായിരുന്നു. നാം വ്യത്യസ്തരല്ലായിരുന്നു. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത് വളരെ യുണീക്കായിട്ടാണ്, വളരെ അതിശയകരമായിട്ടാണ്, വളരെ അത്ഭുതകരമായിട്ടാണ്. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്: ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവം വളരെ അത്ഭുതകരമായി, അതിശയകരമായി, ഇൻ എ മിറാക്കുലസ്, വണ്ടർഫുൾ ആൻഡ് ഇൻ എ ഫിയർഫുൾ വേ ഗോഡ് ക്രിയേറ്റഡ് us. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. വ്യത്യസ്തരായി ജീവിക്കുവാൻ ഉള്ള കപ്പാസിറ്റിയോടുകൂടെ ദൈവം നമ്മളെ ആക്കി. മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയിൽ തന്നെ ആ വ്യത്യസ്തതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ 800 കോടിയിലധികം ആളുകൾ ജീവിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കണ്ണുകളുണ്ട്. നമ്മുടെ ഈ കണ്ണുകൾ വ്യത്യസ്തമാണ്. എൻ്റെ ഈ കണ്ണ് പോലെ ലോകത്തിൽ വേറൊരാൾക്കും ഇതുപോലത്തെ ഒരു കണ്ണില്ല. നമ്മൾ ഈ എയർപോർട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് ഡിജി യാത്ര എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഒരു സ്പെഷ്യൽ കൗണ്ടർ വഴി, നോർമൽ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ വർക്കിംഗ് എങ്ങനെയാ? നമ്മൾ ആ കൗണ്ടറിന്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സ്കാനർ ഉണ്ടാവും. ആ സ്കാനറിൽ നമ്മൾ നമ്മളുടെ മുഖം ആ സ്കാനറിനെ നോക്കി നിന്നാൽ മതി. ഞാനാണ് വന്നതെന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾ തന്നെയാണെന്നും പാസ്പോർട്ടും വിസയും ബാക്കി എല്ലാ ഡീറ്റെയിലും അതിൽ വരും. എങ്ങനെയാ അത് മനസ്സിലാക്കിയത്? നമ്മളുടെ കണ്ണ് റീഡ് ചെയ്തിട്ടാണ്. നമ്മുടെ കണ്ണിലെ പാറ്റേൺ, നമ്മളുടെ കണ്ണിലെ വെയിൻസിനെ ദൈവം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്, ഇറ്റ്സ് യുണീക്ക്. വീണ്ടും നമ്മളുടെ ഫിംഗർ പ്രിന്റിലേക്ക് വരുമ്പോൾ, എൻ്റെ കയ്യിലെ മുദ്ര പോലെ, എൻ്റെ കയ്യിലെ ഫിംഗർ പ്രിന്റ് പോലെ ലോകത്തിൽ വേറെ ആർക്കുമില്ല. തലമുടി, ഓരോ തലമുടിക്കുള്ളിലും ദൈവം എൻ്റെ DNA ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും DNA നിങ്ങളുടെ തലമുടിക്കുള്ളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ചില കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു തലമുടി, ഒരു രോമം കിട്ടിയാൽ മതി ആരാണ് ആ കുറ്റവാളി എന്ന് കണ്ടെത്തുവാൻ ഇന്നത്തെ പോലീസിന്, ഫോറൻസിക്കുകാർക്ക് സാധിക്കും. കാരണം ഓരോ തലമുടിക്കുള്ളിലും നമ്മളുടെ ഐഡന്റിറ്റിയായ DNA ദൈവം ഒളിപ്പിച്ചു. ഈ തലമുടി എവിടെ കടന്നു കിട്ടിയാലും ഇത് എന്റേതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ ശരീരത്തിന്റെ ഗന്ധം, വിയർപ്പിന്റെ ഗന്ധം എന്റേതുപോലെ ഈ ലോകത്തിൽ വേറെ ആർക്കുമില്ല. അതേ സൗകര്യം തന്നെയാണ് വീണ്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാനായിട്ട് പോലീസൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു കുറ്റകൃത്യം നടന്നാൽ പോലീസ് നായ വരും, അവിടെയൊക്കെ ഒന്ന് മണപ്പിച്ച് ആ വന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും വസ്തുക്കൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി കണ്ടുപിടിക്കും. അല്ല അദ്ദേഹം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ കണ്ടുപിടിക്കും. എന്തുകൊണ്ടാണ്? ആ വിയർപ്പിന്റെ ഗന്ധത്തിലെ വ്യത്യസ്തത. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ശരീരത്തിൽ അടിമുടി വ്യത്യസ്തതകളോടുകൂടെ ഇൻ എ യുണീക് മാനർ ഗോഡ് ക്രിയേറ്റഡ് us. അങ്ങനെ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അതിനകത്തൊരു യുണീക്നെസ് ഉണ്ട്. പിന്നീടുള്ള ഈ സൃഷ്ടിയിൽ ഓരോ ഓർഗൻസിലും ദൈവം യുണീക്നെസ് തന്ന് നമ്മളെ ആക്കി. എന്നാൽ പിന്നീട് ആത്മീയമായ നിലയിൽ ദൈവം നോക്കുമ്പോൾ എല്ലാവരെയും ഒരേ നിലവാരത്തിൽ ദൈവം കാണുകയാണ്. ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയത്തക്കവണ്ണം ഒരു ആത്മീയ അധപതനത്തിലേക്ക് ലോകത്തിലുള്ള സകല മനുഷ്യവർഗവും മാറ്റപ്പെട്ടു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഒരു വ്യത്യാസവുമില്ല. There is no difference. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. മനുഷ്യൻ തന്റെ ആത്മീയ ജീവിതത്തിൽ ആ യുണീക്നെസ്, ആ ഡിഫറൻസ് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ദൈവം ഓരോ മനുഷ്യനെ കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യം തന്റെ ജീവിതത്തിൽ വീണ്ടും ഡിഫറൻസിലേക്ക്, മാറ്റമുള്ള ഒരു ജീവിതത്തിലേക്ക്, വ്യത്യസ്തതയിലേക്ക് ആ മനുഷ്യൻ മടങ്ങി വരണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യന് വീണ്ടും ആത്മീയമായി അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ വ്യത്യസ്തനാകണമെങ്കിൽ ആ വ്യത്യസ്തത ഇനിയും ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആരംഭിക്കണം. കാരണം മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നത്. അത് ജന്മനാ നാം പാപികളായി തീർന്നതാണ്. ബൈബിൾ വീണ്ടും പറയുന്നു, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ഇനിയും മനുഷ്യന് വ്യത്യസ്തനാകണമെങ്കിൽ ഈ പാപ അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഉള്ളിലെ പാപ അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഉള്ളിൽ മാറ്റം ആരംഭിക്കണം. എങ്ങനെയാ ഉള്ളിൽ ആ മാറ്റം ആരംഭിക്കുക? യേശു ക്രിസ്തു, മാറ്റത്തിന്റെ പ്രതിപുരുഷനായ യേശു ക്രിസ്തു ആ വ്യക്തിയുടെ ഉള്ളില് ജനിക്കണം. അപ്പോൾ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങും. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ മാറ്റം, ഒരു പുതിയ ലൈഫ്, വ്യത്യസ്തതകൾ ആ വ്യക്തിയിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി തന്റെ ജീവിതത്തിൽ തന്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ വ്യത്യസ്തതയെ പുറത്ത് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന മാറ്റത്തെ നാം പുറത്തു കൊണ്ടുവരിക, ജീവിതത്തിൽ അത് പ്രമാണിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. എന്നാൽ പലപ്പോഴും ഇന്ന് നമുക്ക് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യം, വി ആർ ടേക്കിംഗ് ഇൻ ഡിഫറൻസസ് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ പുറത്തുള്ള മാറ്റങ്ങളെ ഉള്ളിലേക്ക് എടുക്കാനായിട്ടാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ദൈവം മാറ്റം തന്നു, ആ മാറ്റത്തെ നാം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും പുറത്തുള്ള മാറ്റങ്ങളെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ വ്യത്യസ്തരാകാൻ സാധിക്കാതെ ലോക മനുഷ്യരെ പോലെ തന്നെ മുന്നോട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയാണ്. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം, വാട്ട് ഡിഫറൻസ് ഗോഡ് ഹാസ് ഗിവൺ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ ജീവിതത്തിൽ പുതിയൊരു അനുഭവത്തിലേക്ക് നാം വന്നപ്പോൾ ദൈവം ഉള്ളിൽ തന്ന ആ മാറ്റം, അതിനെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട്, അതിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. ലോകത്തിലുള്ള മാറ്റങ്ങളെ, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിന്, വചനം നോ വേണ്ട എന്ന് പറയുന്ന മാറ്റങ്ങളെ ഉള്ളിലേക്ക് എടുക്കാതെ
ഉള്ളിലുള്ള മാറ്റത്തെ പുറത്തു കൊണ്ടുവന്ന് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തിയുടെയും ഹൃദയത്തിൽ, ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മാറ്റം എന്ന് പറയുന്നത് തന്നെ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു അഷുറൻസ് നമുക്ക് നൽകുന്ന കാര്യമാണ്. നാം ഒരിക്കൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. എന്നാൽ പിന്നീടുള്ള നമ്മളുടെ ജീവിതത്തിൽ രക്ഷാനിർണയം, രക്ഷയുടെ ഉറപ്പോടുകൂടെ നാം ഈ ലോകത്ത് ജീവിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് രക്ഷാനിർണയം ലഭിക്കുക? ഒന്ന്, വചനം നമുക്ക് ആ രക്ഷയുടെ ഉറപ്പ് നൽകുന്നുണ്ട്. ഉദാഹരണമായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ കാണുന്നു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. റോമർ 8:1 വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ഞാൻ ക്രിസ്തുയേശുവിലായി, അതുകൊണ്ട് എനിക്കിനിയും ശിക്ഷാവിധിയില്ല. വചനം ആ ഉറപ്പ് എനിക്ക് നൽകുന്നു. അപ്പോൾ വചനം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തന്റെ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകി, രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം വീണ്ടും വീണ്ടും നൽകി അവനെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട്, രക്ഷയെ ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യമാണല്ലോ നാം ഫലം പുറപ്പെടുവിക്കുക, ഫലമുള്ളവരായി തീരുക. വചനത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ അല്ലെങ്കിൽ ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിലുണ്ടോ? ആ ഫലം നാം പുറപ്പെടുവിക്കുന്നവരാണെങ്കിൽ അത് നമുക്ക് ലഭിച്ച ആത്മരക്ഷയുടെ ഉറപ്പിനെ കാണിക്കുന്നു. മറ്റൊന്ന്, ഈ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. രക്ഷിക്കപ്പെട്ട സമയം വരെ ഒരു ജീവിത രീതിയായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ലൈഫ്. പഴയതിനെല്ലാം മാറ്റിക്കളഞ്ഞ്, പഴയതിനോടെല്ലാം നോ എന്ന് പറഞ്ഞ് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ, ഒരു പുതിയ ജീവിതത്തോടെ, പുതിയ അനുഭവത്തോടെ, പുതിയ സ്വഭാവത്തോടെ, പുതിയ മനോഭാവത്തോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് ജീവിക്കുമ്പോൾ ആ മാറ്റം ആ വ്യക്തിക്ക് തനിക്ക് ലഭിച്ച ആത്മരക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്നുള്ള പൂർണ്ണ ഉറപ്പെനിക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ആ നിലയിൽ. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം വലിയ മാറ്റം തന്നിട്ടുണ്ട്. നാം ചെയ്യേണ്ട കാര്യം, we have to bring out that difference, we have to apply that difference in our life. പുറത്തു നിന്നുള്ള മാറ്റങ്ങൾ, അത് ദൈവവചനത്തിന്, പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ളത് ഉള്ളിലേക്ക് എടുക്കാതെ അതിനോട് നോ എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ ആവശ്യമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നൽകി. ഇംഗ്ലീഷിലൊരു പാട്ട് ഇങ്ങനെയുണ്ട്, ഒരു കോറസ്, നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണെന്ന് വിചാരിക്കുന്നു. ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോൺ. അറിയാമോ ഈ പാട്ട്? ആ പാട്ടില് ഒരു വ്യക്തി അവിടെ ബോൺ എന്ന് പറയുമ്പോൾ വീണ്ടും ജനിക്കുക എന്നാണ്. വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗ്രേറ്റ് ചേഞ്ച്. ആ പാട്ട് ഇങ്ങനെയാണ്, അറിയാവുന്നവർക്കൊന്ന് ചേർത്ത് പാടാം. Great change since I was born. Great change since I was born. Great change since I was born. There's a great change since I was born. എന്നിട്ട് പറയുകയാണ്, തിങ്സ് ഐ യൂസ് ടു ഡു ഐ ഡു ഇറ്റ് നോ മോർ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബോൺ അഗെയിൻ ആകുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇനി ഞാൻ ചെയ്യുകയില്ല. Things I used to do, I do it no more. Things I used to do, I do it no more. Things I used to do, I do it no more. There's a great change since I was born. പിന്നെ നമ്മൾ കാണുന്നു, ലൈസ് ഐ യൂസ് ടു ടെൽ ഐ ഡോണ്ട് ടെൽ നോ മോർ. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളങ്ങൾ ഇനിയും പറയുകയില്ല എന്ന് വിചാരിച്ച് പുതിയ മറ്റു കള്ളങ്ങൾ പറയുമെന്നുമല്ല, കള്ളമേ പറയുകയില്ല. Lies I used to tell, I don't tell no more. Lies I used to tell, I don't tell no more. Lies I used to tell, I don't tell no more. There's a great change since I was born. And finally, people whom I hate them no more. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീണ്ടും ജനന അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പലരെയും ഞാൻ വെറുത്തിരുന്നു. പലരോടും അസൂയയും പകയും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ
രക്ഷിക്കപ്പെട്ടപ്പോൾ, വീണ്ടും ജനനം ഉണ്ടായപ്പോൾ, ദൈവം വലിയ മാറ്റം ഹൃദയത്തിൽ തന്നപ്പോൾ ആ ദൈവ സ്നേഹത്തിൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നു. People whom I hate them no more. People whom I hate them no more. People whom I hate them no more. There's a great change since I was born. There's a great change since I was born. വീണ്ടും ജനിച്ച നമ്മുടെ ഉള്ളിൽ എത്രയോ വലിയ മാറ്റത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. തീത്തോസിന്റെ ഈ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ, അല്ലെങ്കിൽ പൊതുവെ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണെന്ന് 3-ാം അധ്യായം 3-ാം വാക്യം മുതൽ പറയുന്നുണ്ട്. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ജീവിതാവസ്ഥ. ബട്ട് ഗോഡ് ഗേവ് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ അവർ ലൈഫ്. ഒരു വലിയ മാറ്റം ദൈവം നമ്മുടെ ഉള്ളിൽ നൽകി. എന്നാൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ചോദ്യം, ആ മാറ്റത്തെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, പ്രാവർത്തികമാക്കിക്കൊണ്ട്, പ്രായോഗികതയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയാണ് ആ ഒരു ഡിഫറൻസ് ഇൻ ലൈഫ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഡിഫറൻസ് വേണമെങ്കിൽ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുള്ളവർക്ക് ദൈവം തന്നിരിക്കുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ആ മാറ്റങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അല്ല രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് അത് വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് വചനം വായിച്ച് ധ്യാനിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്ന്, നാം വ്യത്യസ്തരായിരിക്കണം. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തത നൽകി. അങ്ങനെ ദൈവം വ്യത്യസ്തത നൽകി എന്ന് പറയുമ്പോൾ ആ വ്യത്യസ്തത നാം നമ്മളുടെ കഴിവുകൊണ്ട് കൈവരിച്ച ഒന്നല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ അവസാനം, നമ്മളെ ഇങ്ങനെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളെ, അശുദ്ധിയെ, അതിനെ ക്ഷമിച്ച്, നമ്മൾ ഏറ്റുപറയുമ്പോൾ അതിനെ ക്ഷമിച്ച് നമ്മളെ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി ശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്ത യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ മഹത്വം ആണ് നമ്മെ വ്യത്യസ്തരാക്കി നിൽക്കുവാൻ എപ്പോഴും പ്രചോദിപ്പിക്കേണ്ടത്. മാറ്റം ഉണ്ടായി എന്നുള്ളത് വാസ്തവം. എന്നാൽ നമുക്കറിയാം, ആ മാറ്റം നാം ഒരിക്കലും സ്വയം നേടിയെടുത്തതല്ല. ഇത്തരത്തിലൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ തരുവാനായി തന്നെ താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ ബലിയായി തന്ന നമ്മളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു ഉണ്ട്. നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിന്മേൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു എന്നുള്ളത് കൊണ്ട് our responsibility is increasing. നാം എത്രത്തോളം വ്യത്യസ്തരായി, അത്രയ്ക്ക് ത്യാഗം സഹിച്ചല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി സാക്രിഫൈസ് ചെയ്ത് നമുക്ക് ഈ മാറ്റം വരുത്തി തന്നപ്പോൾ ആ മാറ്റം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ ഉള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്ന്, ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റം നൽകി. അതുകൊണ്ട് നാം വ്യത്യസ്തതയോടുകൂടെ ജീവിക്കണം. അതിന്റെ പിന്നിൽ, ആ മാറ്റം നമ്മിൽ വരുത്തുവാൻ അതിന്റെ പിന്നിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്ത യേശു ക്രിസ്തു. തൊട്ട് മുമ്പിലെ ക്ലാസ്സിലും നാം ദൈവത്തിന്റെ ശ്രേഷ്ഠതകൾ, നാം എന്തുകൊണ്ട് വ്യത്യസ്തരായിരിക്കണം, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചും നാം കേട്ടല്ലോ. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ഒരു ശ്രേഷ്ഠത നാം കാണുകയാണ്, തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്ത യേശു ക്രിസ്തു. രണ്ട്, നാം എന്തുകൊണ്ട് വ്യത്യസ്തരായിരിക്കണം. നാം ഈ വ്യത്യസ്തതയെക്കുറിച്ചുള്ള പഠനം അവസാനത്തിലേക്ക് വരുമ്പോൾ വൈ ഷുഡ് വി ബി ഡിഫറെന്റ്? രണ്ടാമത്തെ കാരണം, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കിൽ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
ഒന്ന്, യാതൊരു വ്യത്യസ്തതയും ഇല്ലാതിരുന്ന, ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെ പോലെയും പാപികളായിരുന്ന നമ്മിൽ ദൈവം വ്യത്യസ്തത വരുത്തി. അതോടൊപ്പം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം, നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില വ്യത്യസ്തതകൾ വരുത്തണം. ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് നാം വ്യത്യസ്തതയോടുകൂടെ ജീവിക്കുവാൻ തയ്യാറാകണം, അല്ലെങ്കിൽ വ്യത്യസ്തതയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ തീത്തോസിനോടാണല്ലോ പൗലോസ് ഈ പ്രബോധനം എല്ലാം കൊടുക്കുന്നത്. തീത്തോസിനോടാണ് ഈ രീതിയിൽ മാതൃകയോടുകൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പ്രബോധിപ്പിക്കുവാനുള്ള കാരണം, തീത്തോസിനെ പൗലോസ് ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു മിഷൻ ഏൽപ്പിക്കുക. തീത്തോസ് ഒരു യവനനായിരുന്നു, നമുക്കറിയാം. പൗലോസിന്റെ പ്രവർത്തനം മൂലം ആണ് താൻ വിശ്വാസത്തിലേക്ക് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല, പൗലോസിന് വളരെ പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരനാണ് തീത്തോസ്. തിമത്തിയോസും അതുപോലെ തന്നെയുണ്ട്. ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിൽ, മെഡിറ്ററേനിയൻ കടലില്, ഈജിയൻ കടലിടുക്കിന്റെ ഒക്കെ താഴെയായി കിടക്കുന്ന ഒരു ദ്വീപ്, കേരളത്തിന്റെ ഒരു 1/3 ഭാഗം ഒക്കെ വരുന്ന, ഏകദേശം 250 കിലോമീറ്റർ നീളവും ഒരു 55 കിലോമീറ്റർ വീതിയും, അങ്ങനെ കേരളത്തിന്റെ ഒരു 1/3 വലുപ്പത്തിൽ കിടക്കുന്ന ക്രേത്ത എന്ന ദ്വീപ്. അവിടെ ധാരാളം സ്ഥലം സഭകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പൗലോസ് മനസ്സിലാക്കി, ആ സ്ഥലം സഭകളിൽ ലൗകികമായ പല കാര്യങ്ങളും കടന്നുകൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ സഭയിൽ കടന്നു വരുവാൻ പാടില്ലാത്ത ലൗകികമായ കാര്യങ്ങൾ, തെറ്റായ പഠിപ്പിക്കലുകൾ ഒക്കെ ഈ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു. അപ്പൊ വീണ്ടും ഇവരെ ഒന്ന് എൻകറേജ് ചെയ്യണം, ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പൗലോസിന്. അങ്ങനെ പൗലോസ് തീത്തോസിനെയും തിമത്തിയോസിനെയും കൂട്ടി ഈ ക്രേത്തയിലെത്തി. ചില നാളുകൾ അവിടെ ചെലവഴിച്ചു. എന്നാൽ പിന്നെ പൗലോസിന് എല്ലാ കാലവും അവിടെ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് പൗലോസ് ചെയ്ത കാര്യം, തീത്തോസിനെ ക്രേത്തയിലാക്കിയിട്ട് പൗലോസ് മുന്നോട്ട് യാത്ര ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോയി എഫേസോസിലൂടെ, കൊരിന്തിലൂടെ യാത്ര ചെയ്ത് നിക്കപ്പൊലീസിലേക്ക് പോവുകയാണ് എന്നാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അവിടെ തീത്തോസിനെ ആക്കിയിട്ട് പോയതിനൊരു വലിയ ഉദ്ദേശം പൗലോസിനുണ്ടായിരുന്നു. ഒരു പ്രത്യേക മിഷൻ, ഒരു പ്രത്യേക പർപ്പസ് തീത്തോസിനെ ഏൽപ്പിച്ചിട്ടാണ് പൗലോസ് മുന്നോട്ട് പോകുന്നത്. ആ മിഷൻ എന്നുള്ളത് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടിട്ട് പോകുന്നത്, 1-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടിട്ട് പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അപ്പോൾ അവിടെ ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കുക, അതായത് അവിടെ പല ലൗകികമായ കാര്യങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും ഒക്കെ കടന്നു വന്നു. അപ്പൊ അവിടെ ഒരു മാറ്റം വരുത്തണം, അവിടെ ഒരു ഡിഫറൻസ് നീ കൊണ്ടുവരണം. അതിനുവേണ്ടി ആണ് തീത്തോസിനെ ഈ ക്രേത്തയിലാക്കിയിട്ട് പൗലോസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് തീത്തോസിനെ ഏൽപ്പിക്കുന്ന മിഷൻ എന്താ, ഉത്തരവാദിത്വം എന്താ? ക്രേത്തയിലുള്ള വിശ്വാസികളിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളിൽ, അവിടെയുള്ള സ്ഥലം സഭകളിൽ ചില മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ മാറ്റം വരുത്താനായിട്ട് തീത്തോസ് എന്തെല്ലാം ചെയ്യണം, അവിടെ പോയി അവിടെയുള്ള ആളുകളോട് എന്തെല്ലാം പറയണം എന്ന് തീത്തോസ് വ്യക്തമായിട്ട് ഈ ലേഖനത്തിലൂടെ എഴുതി പൗലോസ് വ്യക്തമായി ഈ ലേഖനത്തിലൂടെ എഴുതി തീത്തോസിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലേഖനമാക്കി എഴുതി കൊടുക്കാൻ കാരണം, തീത്തോസിനെ പൗലോസ് അവിടെ ആക്കിയിട്ട് യാത്ര തുടർന്നു. അതിനുശേഷം കൊരിന്തിൽ വെച്ചാണ് ഈ ലേഖനം എഴുതി അയച്ചു കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് സഭയുടെ നേതൃത്വ നിലയിലുള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രായമായ സഹോദരന്മാർ, വൃദ്ധന്മാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2:3 വരുമ്പോൾ പ്രായമായ സഹോദരിമാർ, വൃദ്ധന്മാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇളയ സഹോദരന്മാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇളയ സഹോദരിമാർ, അതായത് യുവാക്കന്മാരും യുവതിമാരും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തീത്തോസിനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് തീത്തോസ് ഇത് വായിച്ചിട്ട് വേണം പോയി അവിടെയുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ പ്രബോധിപ്പിക്കാനും അവരെ ഈ മാറ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും. അപ്പൊ ഞാൻ വിചാരിക്കും, ഒരുപക്ഷെ ഈ 6-ാമത്തെ വാക്യം വരെ, അന്നിങ്ങനെ വാക്യമായിട്ടൊന്നും തിരിച്ചിട്ടില്ല. ഈ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം വരെയൊക്കെ തീത്തോസ് വായിച്ചു വന്നപ്പം തീത്തോസിന് വലിയ ആവേശം തോന്നിക്കാണും. കാരണം പൗലോസ് തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുക, ഒരു വലിയ മാറ്റത്തിന് തിരികൊളുത്താനായിട്ട് പൗലോസ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
ഞാൻ അവിടെയുള്ള ഓരോ സ്ഥലം സഭകളിലേക്കും അവിടെയുള്ള വിശ്വാസ കൂട്ടങ്ങളിലേക്കും ഞാൻ കടന്നു ചെല്ലും. അവിടെയുള്ളവരോട് ഞാൻ പ്രബോധിപ്പിക്കും, അവരെ ഞാൻ ഉപദേശിക്കും, അവരെ ഞാൻ എൻകറേജ് ചെയ്യും, അവരെ ഞാൻ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരും. ഐ എം ഗോയിങ് ടു ബ്രിങ് എ റെവല്യൂഷൻ ഇൻ ക്രേറ്റ. ഒരു വലിയ വിപ്ലവം ഞാൻ ക്രേത്തയിൽ കൊണ്ടുവരാൻ പോവുകയാ എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ തീത്തോസിന്റെ മനസ്സിൽ വന്ന ഭാവം 6-ാം വാക്യം വരെ വായിച്ചപ്പോൾ. എന്നാൽ 7-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ഒരുപക്ഷെ തീത്തോസ് ഞെട്ടിക്കാണും. കാരണം അത് തീത്തോസിനോടുള്ള പൗലോസിന്റെ ഒരു പ്രബോധനമാണ്, ഉപദേശമാണ്. എന്താ? വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഫസ്റ്റ് യു ബി ആൻ എക്സാമ്പിൾ ടു അതേഴ്സ്. ഫസ്റ്റ് യു ഷുഡ് ഹാവ് എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ബാക്കിയുള്ളവരോട് ഈ കാര്യം പറയാൻ പോകുമ്പോൾ, ബാക്കിയുള്ളവരിൽ മാറ്റം വരുത്തുവാനായിട്ട് നീ ആഗ്രഹിക്കുമ്പോൾ, ബാക്കിയുള്ളവരിൽ മാറ്റം വരുത്തുവാൻ ആവേശത്തോടെ കടന്നു ചെല്ലുമ്പോൾ, തീത്തോസേ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ മാറ്റങ്ങൾ ആദ്യം നിന്റെ ജീവിതത്തിലുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. നാം വ്യത്യസ്തരായിരിക്കുക എന്നുള്ള 2-ാമത്തെ കാരണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില വ്യത്യസ്തതകൾ വരുത്താനുള്ള വലിയ ഉത്തരവാദിത്വം, മിഷൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വവുമായി നാം അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ കുറിക്കൊള്ളേണ്ടുന്ന കാര്യം, ഞാൻ മറ്റുള്ളവരെ മാറ്റാൻ പോകുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ, അവർ മാറണം എന്ന് ഞാൻ അവരെ എൻകറേജ് ചെയ്യാൻ പോകുമ്പോൾ, ആദ്യം എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരിക്കണം. ദൈവം ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണല്ലോ മറ്റുള്ളവരോട് സുവിശേഷം പറയുക. അതിലൂടെ അവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ മാറ്റത്തിലേക്ക് അവരെയും കൊണ്ടുവരിക. എന്നാൽ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നാം സുവിശേഷം പറയുമ്പോൾ, നാം മറ്റുള്ളവരെ മാറാനായിട്ട് എൻകറേജ് ചെയ്യുമ്പോൾ, അവർക്കത് ഗൗരവമായി തോന്നി ആ മാറ്റങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം മാറ്റത്തിനനുസരണമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നാം സുവിശേഷം പറയുമ്പോഴും നാം മറ്റുള്ളവരെ മാറാനായിട്ട് എൻകറേജ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അവർ വളരെ ഗൗരവത്തോടുകൂടി എടുത്ത് ആ മാറ്റം അവരുടെ ജീവിതത്തിലും വേണം എന്നുള്ള താല്പര്യത്തോടുകൂടി അവർ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു മാറ്റത്തെക്കുറിച്ചാണ് നാം അവിടെ പോയി പറയുന്നതെങ്കിൽ അത് അവർ മുഖവിലേക്ക് എടുക്കുകയില്ല. രണ്ടാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. അതായത് തീത്തോസ് പോയി ഈ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകളോട്, വിശ്വാസികളോട് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, തീത്തോസെ, നിന്നെ ആരും തുച്ഛീകരിക്കരുത്. ലെറ്റ് നോ വൺ ഡിസ്റിഗാർഡ് യു. അതിന് ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ആരും നിന്നെ തുച്ഛീകരിക്കരുത്, അല്ലെങ്കിൽ ലെറ്റ് നോ വൺ ഡിസ്റിഗാർഡ് യു എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ലെറ്റ് നോ വൺ കൺസിഡർ വാട്ട് യു ആർ ടെല്ലിംഗ് ഈസ് ഓഫ് നോ ഇമ്പോർട്ടൻസ്. നീ പറയുന്ന കാര്യങ്ങൾ പ്രാധാന്യമില്ലാത്തതാണെന്ന് ആർക്കും തോന്നരുത്. അതായത് നീ ചെന്ന് ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുമ്പോൾ നീ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് അവിടെയുള്ളവർക്ക് തോന്നണം. മാത്രമല്ല, ആ മാറ്റങ്ങൾ ഞങ്ങൾക്ക് വേണം, ആ മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരണം എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി തീത്തോസ് എന്ത് ചെയ്യണം? തീത്തോസിന്റെ ജീവിതത്തിൽ ആദ്യം ആ മാറ്റങ്ങൾ താൻ പ്രാക്ടീസ് ചെയ്യണം. താൻ മാതൃകയുള്ളവനായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും നാം മാറ്റത്തിന്റെ ഈ സന്ദേശവുമായി, സുവിശേഷം എന്ന മാറ്റത്തിന്റെ സന്ദേശവുമായി മറ്റുള്ളവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ, ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, നാം അപ്രോച്ച് ചെയ്യുന്ന, നാം ഇടപെടുന്ന, നമ്മോട് ഇടപെടുന്ന ആളുകളിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന മാറ്റത്തിന് അനുസരണമായി നാം ജീവിക്കുന്നവരായിരിക്കണം. മൂന്നാമത്തേതും അവസാനത്തേതുമായ കാര്യം, എന്തുകൊണ്ട് നാം ജീവിതത്തിൽ മാറ്റം ഉള്ളവരായിരിക്കണം? ലോകം ഒരു വലിയ മാറ്റത്തിനായി കാത്തിരിക്കുക. ഭാവിയിൽ ഒരു വലിയ മാറ്റം നടക്കാനായിട്ട് പോവുകയാണ്. ആ മാറ്റം എന്നുള്ളത് ഈ ലോകത്തിൽ വ്യത്യസ്തരല്ലാതിരുന്ന പാപികളായ മനുഷ്യരെ രക്ഷിച്ച് വ്യത്യസ്തത ഉള്ളവരാക്കി തീർത്ത് മറ്റുള്ളവരെ വ്യത്യസ്തരാക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ച് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമായി ദൈവം ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്ന തൻ്റെ സഭയെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുവാൻ, ഈ ലോകത്തിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുവാൻ യേശുക്രിസ്തു മടങ്ങി വരുന്നു.
അതുകൊണ്ട് നാം മാറ്റമുള്ളവരായി ജീവിക്കണം. തീത്തോസിന്റെ ലേഖനം തന്നെ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ അതാണല്ലോ പറയുന്നത്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. യേശുക്രിസ്തു മടങ്ങി വരുന്നു, തന്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരുന്നു, നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്നു. ആ മടങ്ങി വരവിനുള്ള ഒരുക്കത്തിന്റെ പ്രതീകമായി ഞാൻ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിന്റെ സൂചകമായി വ്യത്യസ്തതയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിൽ എവിടെയൊക്കെ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അതിനോട് ചേർന്ന് ആ വരവിനായി കാത്തിരിക്കുന്നവർ എങ്ങനെ ജീവിക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ആ വരവിനായി കാത്തിരിക്കുന്നവർ എങ്ങനെ ജീവിക്കണം, ഈ വേദഭാഗത്തും അത് തന്നെ നാം കാണുകയാണ്. നമ്മളുടെ പ്രത്യാശയായ രക്ഷിതാവും കർത്താവുമായ നമ്മളുടെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതിനായിട്ട് കാത്തിരിക്കുന്ന നാം, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ എന്നുള്ള നിലയിൽ ഈ ലോകത്തിൽ വ്യത്യസ്തതയോടുകൂടെ ജീവിക്കുവാൻ ആവശ്യമുണ്ട്. നമ്മുടെ വലിയ പ്രത്യാശ അതല്ലേ, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വ്യത്യസ്തത. ആ വ്യത്യസ്തതയെ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ വ്യത്യസ്തരാക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തിന്റെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവനായി കാത്തിരിക്കുന്നവർ എന്നുള്ള നിലയിൽ വ്യത്യസ്തതയോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഒന്ന്, നാം വ്യത്യസ്തരായിരിക്കണം, കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തി. 2, നാം വ്യത്യസ്തരായിരിക്കണം, കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. 3, നാം വ്യത്യസ്തരായിരിക്കണം, കാരണം ഒരു വലിയ മാറ്റത്തിനായി ഭാവി ഒരുപോലെ കാത്തിരിക്കുന്ന, ലോകം കാത്തിരിക്കുന്ന ഒരു ഡിവൈൻ ഇവന്റ്, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, അതിനായി നാം കാത്തിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് നാം വ്യത്യസ്തതയോടുകൂടെ ഈ ലോകത്തിൽ ആയിരിക്കണം. അവസാനമായി ഒരു കാര്യം കൂടെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ നാം ഈ ലോകത്തിൽ വ്യത്യസ്തരായി ജീവിക്കുവാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ, എന്തുകൊണ്ട് നാം വ്യത്യസ്തരായി ജീവിക്കണം, 3 കാരണങ്ങൾ. ഇനിയും അങ്ങനെ വ്യത്യസ്തരായി ജീവിക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതിനും 2-3 കാര്യങ്ങൾ നാം വായിച്ച അതേ വേദഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. 13-ാമത്തെ വാക്യം, ഇങ്ങനെ വ്യത്യസ്തരായി ജീവിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യം. 13, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. ഈ മാറ്റങ്ങൾക്കനുസരണമായി ജീവിക്കുവാൻ, ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യം, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റണം, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട കാര്യങ്ങൾ, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും നാം വർജിക്കണം. We have to deny ungodliness and worldly desires. മറ്റൊരു ട്രാൻസ്ലേഷനിൽ അത് വളരെ ഒരു അച്ചട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്, സേ നോ ടു വേൾഡ്ലിനെസ് ആൻഡ് അൺഗോഡ്ലിനെസ്. പ്രപഞ്ചമോഹങ്ങളോടും ഭക്തികേടിനോടും നാം നോ എന്ന് പറയണം, ഇല്ല എന്ന് പറയണം. ഞാൻ ദൈവവൈതലാണ്, ഞാൻ നിനക്കുള്ളതല്ല. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും നമ്മെ ആകർഷിക്കുമ്പോൾ, നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ, ഇല്ല, ഞാൻ നിനക്കുള്ളവനല്ല, നോ എന്ന് പറയുവാനായിട്ട് കഴിയണം. ഇനി എന്താണ് ഈ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും? നമുക്കതിനെ എങ്ങനെയൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നാം തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പല എക്സാമ്പിളുകൾ നാം അതോടുള്ള ബന്ധത്തിൽ കേട്ടു. എന്തൊക്കെയാണ് ഈ ഭക്തികേടിലും പ്രപഞ്ചമോഹങ്ങളിലും ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ വചനം നമ്മിൽ നിന്ന് ആഗ്രഹിക്കാത്ത മ്ലേച്ഛതകൾ എന്തൊക്കെയാണ്, നാം ചെയ്യാൻ പാടില്ലാത്ത മ്ലേച്ഛതകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാപങ്ങൾ എന്തൊക്കെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. അതും മറ്റൊരു ട്രാൻസ്ലേഷനിലുള്ള വാചകം തന്നെയാണ്. ജെറുസലേം ബൈബിൾ എന്ന ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക എന്നുള്ളതിന്, which does not take us close to God
അവോയ്ഡ് എവറിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ടേക്ക് us ക്ലോസ് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കാത്തതെല്ലാം നാം വർജിക്കണം. അതായത് ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കാത്തതെല്ലാം പ്രപഞ്ചമോഹങ്ങളാണ്, ഭക്തികേടാണ്. അതുകൊണ്ട് നാം ഒരു വ്യത്യസ്തമായ ജീവിതം ഈ ലോകത്തിൽ, വ്യത്യസ്തമായ ഒരു വ്യക്തി ജീവിതം നാം ഈ ലോകത്തിൽ കെട്ടി ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നാം ഒന്നാമത് ചെയ്യേണ്ടത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിക്കുക എന്നുള്ളതാണല്ലോ. അതിൽ തന്നെ നാം മുന്നോട്ട് വെക്കേണ്ട സ്റ്റാൻഡേർഡ്, നമ്മുടെ ഒരു മെഷറിംഗ് സ്കെയിൽ എന്നുള്ളത് ഓരോ കാര്യങ്ങളിലും ഇടപെടുമ്പോൾ, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഇത് എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ? ഈ കാര്യം ചെയ്യുന്നതിലൂടെ ഞാൻ ദൈവത്തോട് അടുക്കുകയാണോ ചെയ്യുന്നത്? ഈ കാര്യം ഞാൻ ചെയ്തു കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് കൂടുതൽ ഇന്റിമേറ്റ് ആയി തീരുമോ, അതോ ഞാൻ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോവുകയായിരിക്കുമോ ചെയ്യുക? അത് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് വേൾഡിനെസ്, ഇറ്റ്സ് അൺഗോഡ്ലിനെസ്. We are supposed to deny that, or we have to say no to that. അങ്ങനെ നോ പറഞ്ഞ് അവിടെ കൊണ്ട് തിരികെയല്ല, നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, ജീവിതത്തിലേക്ക് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. 3 കാര്യങ്ങൾ: സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടുകൂടെ. സുബോധത്തോടെ, സെൻസിബിൾ, സെൽഫ് കൺട്രോൾ. വി ഹാവ് ടു ലിവ് വിത്ത് സെൽഫ് കൺട്രോൾ. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മളുടെ മനസ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് അവകാശമില്ല. മനസ്സൊരു കള്ളം പറയാനായിട്ട് പറഞ്ഞാൽ we are not supposed to tell, we should have self control. അസൂയപ്പെടാനായിട്ടൊരു പ്രവണത മനസ്സ് തന്നാൽ അസൂയപ്പെടാനായിട്ട് പാടില്ല, we should have self control. പിന്നെ രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ഹോളി സ്പിരിറ്റിന്റെ കൺട്രോൾ നമുക്കുണ്ട്. With the help of Holy Spirit, when we practice self control, നമുക്ക് സുബോധത്തോടുകൂടെ ജീവിക്കാനായിട്ട് പറ്റും. 2, നീതിയോടുകൂടെ ജീവിക്കുക. ലിവ് റൈച്ചസ്ലി. നീതി, അർഹതയുള്ളത്, അർഹതപ്പെട്ടത്. ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ അർഹതപ്പെട്ട ഒരു ബൗണ്ടറി ഉണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് പോകാനായിട്ട് അവകാശമില്ല ഈ ലോകത്തിൽ. ബൈബിളിൽ കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്പിരിച്വൽ ക്രിസ്ത്യൻ ഫ്രീഡം, ആ ക്രിസ്ത്യൻ ഫ്രീഡത്തിന്റെ ഉള്ളിൽ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ബൗണ്ടറി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല, കഴിഞ്ഞ 11 ക്ലാസ്സുകളിലൂടെ നാം കേട്ടുകൊണ്ടിരുന്നത് ആ ബൗണ്ടറികളെ കുറിച്ചാണ്. വ്യത്യസ്ത മേഖലകളിൽ, കുടുംബത്തിൽ, സഭയിൽ, ഉപദേശത്തിൽ, സമൂഹ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ബൗണ്ടറികൾ, ഏതറ്റം വരെ നമുക്ക് പോകാം, ഏതിനപ്പുറം പോകാനായിട്ട് പാടില്ല, അപ്പുറം പോയാൽ എങ്ങനെ തിരിച്ച് ബൗണ്ടറിക്കുള്ളിലേക്ക് വരാം. ഞാനത് സമ്മറൈസ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. But what we have to do, we have to live righteously. നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് ജീവിക്കണം. ഒരു കാര്യം കൂടെ, ദൈവഭക്തിയോടുകൂടെ ജീവിക്കണം. With fear of God, honoring God. ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആയി, ദൈവത്തോട് സിൻസിയറായി, ദൈവഭയത്തോടുകൂടെ ഈ ലോകത്തിൽ നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് വ്യത്യസ്തരായി ജീവിക്കാൻ നമുക്ക് കഴിയുക. നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന മാറ്റത്തിനനുസരണമായി ജീവിക്കണമെങ്കിൽ, മറ്റുള്ളവരെ മാറ്റത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മളെ ചേർക്കുവാൻ യേശുക്രിസ്തു മടങ്ങി വരുന്നു. ആ പ്രത്യാശയിൽ നാം മുന്നോട്ട് ജീവിക്കുമ്പോൾ ആ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ പ്രതീകമായി, ഒരുക്കത്തിന്റെ സൂചകമായി നാം വ്യത്യസ്തരായി നാം കേട്ട ഈ പ്രായോഗിക സത്യങ്ങൾ, ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ആവശ്യമുണ്ട്. എന്നാൽ നമുക്കറിയാം, നാം പാപത്തിന്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. പാപം ഓരോ നിമിഷവും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ സ്വയം കൊണ്ട് ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ടൂൾ ദൈവം തന്നിട്ടുണ്ട്. 11-ാമത്തെ വാക്യം, രക്ഷാകരമായ ദൈവകൃപ. നമ്മളുടെ ആത്മരക്ഷയ്ക്കും നമ്മളുടെ ദേഹീയുടെ രക്ഷയ്ക്കും അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിനും, ഭാവിയിൽ യേശുക്രിസ്തു വരുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്കരണത്തിനും അല്ലെങ്കിൽ ശരീരത്തിന്റെ രക്ഷയ്ക്കും എല്ലാം ഉദാത്തമായ രക്ഷാകരമായ ദൈവകൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കൃപ ഈ വ്യത്യസ്തതയോടുകൂടെ ജീവിക്കാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് നാം ഇവിടെ കേട്ട കാര്യങ്ങൾ
അത് ബുദ്ധിയിൽ ഒതുക്കി നമ്മളുടെ സ്വയം കൊണ്ട് ആ വ്യത്യസ്തത ജീവിതത്തിൽ വരുത്തുവാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മൾ പാപത്തിന്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. നാം ഏത് മനുഷ്യനെയാണോ കൂടുതൽ പോഷിപ്പിക്കുന്നത് ആ മനുഷ്യൻ എപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ വ്യത്യസ്തരാകുവാൻ നമ്മുടെ സ്വയപ്രയത്നം കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വ്യത്യസ്തതയോടുകൂടെ ജീവിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ സകല മനുഷ്യർക്കും വേണ്ടി ഉദിച്ച രക്ഷാകരമായ ദൈവകൃപ നമ്മുടെ കൂടെയുണ്ട്. ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, ഇതുൾപ്പെടെ ഈ 12 ക്ലാസ്സുകളിലായി നാം കേട്ട വ്യത്യസ്തതകളുടെ വിവിധ മേഖലകൾ, ജീവിതത്തിന്റെ വിവിധ മേഖലകൾ, ആ മേഖലകളിലൊക്കെ വ്യത്യസ്തരായി ഇരുന്നു കൊണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വ്യത്യസ്തത ഉളവാക്കുന്നവരായിരുന്നു കൊണ്ട് നമ്മളെ ചേർക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. അതിനുള്ള ഒരുക്കത്തിന്റെ സൂചകമായി വ്യത്യസ്തരായി ഇരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം നമുക്ക് നയിക്കാം. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.